അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, സംസ്ഥാനത്ത് ഏറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം, മരണനിരക്ക് ഉയരുന്നു, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. കോഴിക്കോട്, മലപ്പുറം അടക്കമുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇത് പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. ആരോഗ്യവകുപ്പ് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ കൂടിയും നിലവിലെ അവസ്ഥ എന്താണ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം? സജിത്ത്, വലിയ ആശങ്ക തന്നെയാണ് ഇക്കാര്യത്തിൽ ഉയരുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മാത്രം 3 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടമായിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ ഏതാണ്ട് 9 പേരാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരുന്നത്. ഇതിൽ 3 പേരും ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. കാരണം വയനാട് ബത്തേരി സ്വദേശിയായ 45-കാരനായ രതീഷാണ് ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ വെച്ച് രോഗം സ്ഥിരീകരിക്കുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നില അങ്ങേയറ്റം ഗുരുതരമായി തുടരുകയുമായിരുന്നു. മറ്റു ചില സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി അദ്ദേഹത്തിനുണ്ട് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് 3 മാസം പ്രായമുള്ള കുഞ്ഞ്, ഓമശ്ശേരി സ്വദേശിയായ കുഞ്ഞ് മരിച്ചത്. ഒപ്പം മലപ്പുറത്തു നിന്നുള്ള 52 വയസ്സുകാരിയായ വീട്ടമ്മയും മരണത്തിന് കീഴടങ്ങുന്നുണ്ടായിരുന്നു. ഇരുവരും ഏതാനും ദിവസങ്ങളായി തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഇങ്ങനെ ഈ കഴിഞ്ഞ ഒരു ആഴ്ചക്കുള്ളിൽ മാത്രം 3 പേർ ഈ രോഗം ബാധിച്ചു മരിച്ചു. അതിനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് താമരശ്ശേരി സ്വദേശിയായ 9 വയസ്സുള്ള കുട്ടി രോഗം ബാധിച്ചത്. ആ കുട്ടിക്ക് പനി ബാധിതയായി ആശുപത്രി പ്രവേശിപ്പിക്കുകയും പിന്നീട് മരിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. കേവലം ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു മേഖല കേന്ദ്രീകരിച്ചല്ല രോഗം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഏറെ ആശങ്ക നൽകുന്നത്. 2 കേസുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മരിച്ചത് കോഴിക്കോട് ജില്ലയിലെ വ്യത്യസ്തമായ ഇടങ്ങളിലാണ്. മറ്റൊന്ന് വയനാട്, ഒപ്പം മലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലും. ഒപ്പം എല്ലായിടത്തു നിന്നും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഒപ്പം ഈ പൊതുകുളങ്ങളിലും ജലാശയങ്ങളിലും ഒന്നും കുളിക്കാതെയും രോഗം വരുന്നു. അതായത് വീടുകളിലെ കിണറുകളിൽ നിന്ന് പോലും ഈ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് 3 മാസം പ്രായമുള്ള കുട്ടിയുടെ മരണം വ്യക്തമാക്കുന്നത്. ആ കുട്ടി മരിച്ച ശേഷം, രോഗം ബാധിച്ച ശേഷം ഈ കിണറ്റിൽ, ആ കുട്ടിയുടെ വീട്ടിലെ കിണറ്റിൽ നടത്തിയ പരിശോധനയിൽ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും പൊതുകുളങ്ങളിലും നീന്തൽക്കുളങ്ങളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. ക്ലോറിനേഷൻ സമയബന്ധിതമായി ചെയ്യുക. ഒപ്പം ഈ നീന്തൽക്കുളത്തിൽ ഇറങ്ങുമ്പോൾ മൂക്കും ചെവിയും ഒക്കെ മൂടി പ്രതിരോധ സംവിധാനങ്ങൾ കൈക്കൊണ്ട് ഇറങ്ങുക എന്നീ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. ഇനിയും ആളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നേരത്തെ പറഞ്ഞ പട്ടികയിൽ ഇപ്പോഴും ചികിത്സ പുരോഗമിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇനിയും മറ്റ് അത്യാഹിതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. സുജിത്, അതാണ് സാഹചര്യം. അനീഷ് സൂചിപ്പിച്ചതുപോലെ പൊതു സ്ഥലങ്ങൾക്കപ്പുറം വീടുകളിലെ കിണറ്റിൽ നിന്ന് പോലും രോഗബാധ ഉണ്ടാകുന്നു എന്ന ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. സർക്കാർ ഇതിനൊരു ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വീടുകളിലെ വാട്ടർ ടാങ്കുകളും കുളങ്ങളും കിണറുകളും അടക്കം ക്ലീൻ ചെയ്യാനുള്ള സത്വര പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. വീണ്ടും മരണം റിപ്പോർട്ട് ചെയ്യുന്നു.